ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡ്യൂഡ് പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ കോമഡി ഡ്രാമ ദീപാവലി റിലീസിനാണ് എത്തുന്നത്. ഇതിന്റെ റൈറ്റർ ഡയറക്ടർ കീർത്തീശ്വരനാണ്. പുള്ളിക്കാരന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ് ഈ സിനിമ. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദ യങ് സെൻസേഷൻ സായ് അഭയങ്കർ ആണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരു ഊറും ബ്ലഡ് എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അൺപ്ലഗ്ഡ് വേർഷനാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സിനിമയുടെ ഈ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ട്രോൾസും നെഗറ്റീവും ക്രിറ്റിസിസംസും കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പാട്ടിന്റെ ലിറിക്സ് മനസ്സിലാവുന്നില്ല, പാട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാട്ട് വിട്ടിരിക്കുന്നു, പിന്നെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു, അന്ന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമായിട്ട് ഒരു അൺപ്ലഗ്ഡ് വേർഷൻ സായി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വാ. എനിക്ക് ഈ ഊറും ബ്ലഡ് ആ സോങ് റിലീസ് ചെയ്തപ്പോഴും ഈ മിഡ് പോർഷൻ ഇല്ലേ, ഈ ലിറിക്സ് വരുന്നത്, ഈ പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ബട്ട് പാട്ട് കേട്ട് വരുമ്പം പാട്ട് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, ഒരു വൈബ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ബട്ട് എന്തിനാണ് ഇത്രമാത്രം ഹേറ്റ്, നെഗറ്റിവിറ്റി, കമൻസ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പം പുള്ളിക്കാരന് എല്ലാവരുടെയും ഒപ്പീനിയനിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഒരു സിനിമയും കിട്ടാതെ അല്ലെങ്കിൽ ഒരു സിനിമയും ചെയ്യാതെ ഒരു വെറും 3 ഇൻഡിവിജ്വൽ സോങ് കൊണ്ട് ഇത്രയും സിനിമ കൊടുത്തു എന്നുള്ള ഒരു യോജിപ്പ് കേട് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുണ്ട്. ബട്ട് പുള്ളിക്കാരൻ ടാലന്റ് വഴി ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നെ എല്ലാവർക്കും ഇതുള്ള തിരിച്ചടിയായിരിക്കും അത്. അപ്പോൾ ഈ അൺപ്ലഗ്ഡ് വേർഷനൊക്കെ കാണുമ്പോൾ എനിക്ക് അനിരുദ്ധിനാണ് ഓർമ്മ പറഞ്ഞത്. അനിരുദ്ധ് ഇതുപോലെ ഏതെങ്കിലും പാട്ട് ഇറക്കിയിട്ടിട്ട് ഒരു അൺപ്ലഗ്ഡ് ഇറക്കാറുണ്ട്. അപ്പോൾ ഈ മിഡ് പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, സെറ്റാണ് കേൾക്കാൻ, പക്ഷെ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് കൊള്ളാം. ഇപ്പൊ അൺപ്ലഗ്ഡ് കേട്ടപ്പോഴല്ലേ കൊള്ളാം, നല്ല വോയിസും എല്ലാം. ലിറിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, സിനിമ വരട്ടെ, എല്ലാം റിലീസ് ആവട്ടെ. എല്ലാം എപ്പോഴും നമ്മളില്ല എല്ലാവരെയും ട്രോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും സിനിമകളൊക്കെ വരാറുണ്ട്, ഇനിയും സോങ്സ് ഒക്കെ വരാനുണ്ട്. കണ്ടുനോക്കാം സായി നിലനിൽക്കുമോ, മുന്നേറുമോ എന്നൊക്കെ. അപ്പോൾ ഊറും ബ്ലഡ് നൈസ് സോങ്.